മുട്ടിൽ മരമുറി കേസില്ലേ, നമ്മുടെ നാട്ടിലെ പ്രമുഖ ചാനലുമായി ബന്ധപ്പെട്ട് പണം എന്നൊരു അതോറിറ്റി മീഡിയയ്ക്ക് മേളിൽ പറക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴുകനെ പോലെ പറക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പിടിക്കപ്പെടും. കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ 5000 കോടി ഉണ്ടാക്കിയാലും വല്ല പ്രയോജനമുണ്ടോ? ഇയാളുടെ ടെൻഷൻ, ഇയാൾക്ക് അറ്റാക്ക് വരാത്ത അത്ഭുതമാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അത്ര കൂടുതൽ ടെൻഷൻ ഇയാൾക്കുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുക, കിടന്ന കൂടെ ഉറക്കം വരണം. മരമുറിക്കാനും കൊള്ള നടത്താനും പോകുന്ന ആൾക്കാർ രാത്രി കിടന്ന പാചവട്ടി കയറത്തേ ഉള്ളൂ, ഉറക്കം വരത്തില്ല. കാരണം ഹലോ DGP, യെസ് യെസ് സാർ, ഇപ്പോൾ അകത്ത് കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ അങ്ങ് തുറന്നു വിട്ടേര്, അത് നമ്മുടെ സ്വന്തമാണ്. അല്ല, അവൻ സാമൂഹ്യ വിരുദ്ധനാണ്. നോക്കണ്ടോ ആരാ സാമൂഹ്യ വിരുദ്ധരല്ലാതെ, തുറന്നു വിട്ടേര്. കാര്യം ഒരാൾ കുറ്റവാളിയാണെങ്കിൽ ഒരു മാധ്യമത്തിനും നിങ്ങളെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റും. ഞാനൊരു പ്രോസിക്യൂഷൻ കേസ് നേരിട്ടുകൊണ്ടിരിക്കുക. ചിലപ്പം എന്നെ ഒരു 6 മാസം ഒരകത്തിട്ടാലും അത്ഭുതമില്ല. ഇവിടെ നടക്കുന്ന ഭൂരിപക്ഷം വാദവും ആവശ്യമില്ലാത്തതാണ്. ഈ ടെലിവിഷൻ സംവാദം ഞാൻ പൊതുവെ നിർത്തിയതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മളൊരു ടെലിവിഷനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു അവതാരകനായിട്ടോ ചർച്ചയിൽ പങ്കെടുക്കാനോ പോയാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മറിച്ച് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലളിതമായ പദങ്ങളിൽ സംസാരിക്കുക. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്കിന്ന് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, എങ്ങനെയാണ് പണം മീഡിയയ്ക്ക് മേലിൽ പ്രവർത്തിക്കുന്നത്? അത് ഞാനിപ്പോൾ ചോദിക്കുന്നത് മുട്ടിൽ മരമുറി കേസില്ലേ, നമ്മുടെ നാട്ടിലെ പ്രമുഖ ചാനലുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു പണം എന്നൊരു അതോറിറ്റി മീഡിയയ്ക്ക് മേളിൽ പറക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴുകനെ പോലെ പറക്കുന്നത് എങ്ങനെയാണ്? ഈ മുട്ടിൽ മരമുറി കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. അതിനകത്തൊരു വിധിയൊന്നും വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും നമുക്ക് 2 വഴിയുണ്ട് ജീവിതത്തിൽ. അതിപ്പം ചാനലായാലും കൊള്ളാം, മനുഷ്യനായാലും കൊള്ളാം. നേരായ വഴി നമുക്ക് പോകാം. നേരായ വഴി പോയാൽ മനസ്സമാനത്തോടെ ഉറക്കം വരും. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുക, കിടന്ന കൂടെ ഉറക്കം വരണം. ചില ആൾക്കാരോട് നമുക്ക് അസൂയ തോന്നിപ്പോവും. എൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും എൻ്റെ അസൂയയ്ക്ക് പാത്രമാണ്. കിടന്ന അവിടെ ഒരൊറ്റ ഉറക്കമാണ്. നമ്മൾ നാട്ടിൽ പറയും പോത്തങ്ങനൊന്നും ഉറക്കത്തില്ല, പോത്ത് നിൽക്കത്തേ ഉള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരാളാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനോ ഭാഗ്യവനെന്ന് ഞാൻ പറയും. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. ഈ മരമുറിക്കാനും കൊള്ള നടത്താനും പോകുന്ന ആൾക്കാർ രാത്രി കിടന്ന പാചവട്ടി കയറത്തേ ഉള്ളൂ, ഉറക്കം വരത്തില്ല. കാരണം അവനെ കാത്ത പോലീസ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ പത്മകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇപ്പം നമ്മുടെ ഈ SITയുടെ കയ്യിലുണ്ട്. അങ്ങേർക്ക് രാത്രിയിലേ എന്ന് വെച്ചാൽ അങ്ങേര് കൊച്ചുമക്കളുമായിട്ടൊക്കെ സുഭിക്ഷമായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ചുകാർ വന്ന് മുട്ടി വിളിച്ചിട്ട് ചേട്ടാ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ എന്തൊരു ടെൻഷനാണ്. ഇയാൾ 5000 കോടി ഉണ്ടാക്കിയാലും വല്ല പ്രയോജനമുണ്ടോ? ഇയാളുടെ ടെൻഷൻ, ഇയാൾക്ക് അറ്റാക്ക് വരാത്ത അത്ഭുതമാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അത്ര കൂടുതൽ ടെൻഷൻ ഇയാൾക്കുണ്ടാവും. അപ്പം നമ്മളൊരു കാര്യം, ഇത് ഡിജിറ്റൽ ലോകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ഒരു തെളിവ് അവിടെ കാണും. നമ്മൾ ഇത് മായ്ച്ചു കളയും. നമ്മളിപ്പോൾ ഒരു വാട്സപ്പിലൊരു ചാറ്റ് ഒരു സാധനം അയച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും, ആരും കാണരുതല്ലോ. പക്ഷേ ഇതിൻ്റെ ഐസ്രാക്കോണത്ത് പോയി ഇത് എടുത്തുകൊണ്ട് വരാനുള്ള ടെക്നോളജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരു 800 കോടി രൂപയൊക്കെയാണ് ഇപ്പം ഈ അവാല പണമായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ക്രിപ്റ്റോയുടെ ലോകത്തേക്ക് നമ്മൾ ഇന്ത്യ വന്നിട്ടില്ല, പക്ഷേ ഇന്ത്യക്കാർ ആ പണി തുടങ്ങി. പക്ഷേ ഇവൻ എവിടെയെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി കല്ലുടയ്ക്കുമ്പോഴായിരിക്കും അറിയുന്നത് അന്നത് ചെയ്യേണ്ടിയിരുന്നില്ല. ഞാൻ ഇവരോടൊക്കെ പറയുന്നു, പണ്ടൊരു കവിവാക്യമുണ്ട്, സത്യധർമാതി വെടിഞ്ഞിടിന പുരുഷനെ ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അതാണ് എൻ്റെ കറക്റ്റ്. നമ്മൾ സത്യവും ധർമ്മവുമില്ല. നമ്മൾ ചില ആൾക്ക് ഇപ്പം എന്നെ മനപ്രയാസപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. ചില വാർത്ത കൊടുക്കാൻ വേണ്ടി പൈസ വാങ്ങിക്കും, ചെറിയ പൈസയായിരിക്കും. അതോടെ അവൻ പത്രപ്രവർത്തനത്തോട് ചെയ്യുന്ന അവൻ്റെ സംശുദ്ധി കലർന്ന അവൻ്റെ വീക്ഷണം മൊത്തം പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് മാത്രമല്ല, നമ്മൾ ഈ വാർത്താമുറിയിലെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഒരാൾ ഈ പിന്നാമ്പുറത്ത് പോയി അവാർഡ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. കഴുതക്കാലൊക്കെ പിടിച്ച് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വാർത്ത വരും, നമ്മളെന്തറിയോ അവാർഡ് നേടിയെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ആരെങ്കിലും കോന്നിയിലുള്ള ശിവരാമകൃഷ്ണൻ ഏറ്റവും നല്ല എഴുത്തുകാരനുള്ള അവാർഡ് നേടി എന്ന് പറഞ്ഞാൽ ബാക്ക് ഡോർ ഓപ്പറേഷനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റേതങ്ങനെയാണെങ്കിൽ അവാർഡ് ലഭിച്ചു, സത്യസന്ധ ലഭിച്ചു എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു തെളിമയുണ്ട്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. അപ്പം നിങ്ങളിതിൻ്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കുക. ഇതൊക്കെ മനഃപ്പുറം ചെയ്യുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നേരാ വഴിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വഴിതെറ്റി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ പിടിക്കപ്പെടും. കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇത് ഇത്തിരി താമസിക്കും.
പക്ഷേ സംഭവമുണ്ട്. ഞാൻ ഈ അടുത്തിടെ ഒരു പ്രസംഗം നടത്തി കൊച്ചിയിൽ. നിങ്ങൾ വൈറലായി കാണും, യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുറച്ച് അപകടം പിടിച്ച പ്രസംഗമായിരുന്നു. അതുപോലെ 4 പ്രസംഗം നടത്തി എൻ്റെ ജീവിതത്തിന് ആരിലും വിലയിടും. അപ്പോൾ ഞാൻ നേരെ നോക്കുമ്പം ഒരു ലോക വൃത്തികെട്ടവനോട് ഇരിക്കുക. ഞാൻ അവനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് നീ ചെയ്യുന്നതിന് നാളെ നീ കണക്ക് പറയും. ഏതോ സെൻട്രൽ ജയിലിൻ്റെ ഇരുമ്പഴി നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ പുറകോട്ട് നോക്കി, വേറെ ആരോടാണ്. അപ്പോൾ അവനോട് തന്നെ അവൻ ഇറങ്ങി പോയി. അവൻ്റെ സമാധാനം അന്ന് പോയി കാണും. നിൻ്റെ പൂട്ടാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന പലതും നമ്മളെ സങ്കടപ്പെടുത്തും. ഞാൻ പറയുന്നത്, ഈ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പുതിയ ജനറേഷൻ വരുന്നു, അവരുടെ ഒരു വാല്യൂ സിസ്റ്റം ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്മൾ കള്ളവും കാപട്യവും കൊണ്ട് നടന്നാൽ നിങ്ങൾ തുറുങ്കിലടയ്ക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം. ഇപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? പണ്ട് മലയാള മനോരമയും മാതൃഭൂമി പത്രവും 2 പത്രത്തിലെ മുതലാളിമാർ വിചാരിച്ചാൽ ആരെയും സംരക്ഷിക്കാമായിരുന്നു. ഒരു വാർത്ത കൊടുത്തില്ലേ ആരും അറിയാൻ പോകുന്നു. ഇന്നങ്ങനെയല്ല. ഓൺലൈൻകാരൻ ചേട്ടനുണ്ട്, ഏറ്റവും വലിയ ടെലികാസ്റ്റർ പുള്ളിയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം ഏറ്റവും വലുത് യൂട്യൂബ് കച്ചവടമാണ്. ഇന്ത്യയിൽ ആകെ 7.25 ലക്ഷം യൂട്യൂബുകാരേ ഉള്ളൂ. അത് 5.5 ലക്ഷം കേരളത്തിലാണ്. ഇവിടെ രാവിലെ എണ്ണീറ്റ യൂട്യൂബാണ്. കാസർഗോട്ടൊരു ഒരു അമ്മച്ചിയുണ്ട് കേട്ടോ. ആ അമ്മച്ചിയുടെ യൂട്യൂബിൽ 6 കോടി ആൾക്കാരാണ് ഉള്ളത്. ഗൂഗിൾ കമ്പനിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ണർ ആ അമ്മച്ചിയാണ്. അവരെ വീട്ടിലെ കാര്യവും അവർ ഉഴുന്നോടെ ഉണ്ടാക്കുന്നു ഒക്കെയാണ് പറയുന്നത്. പക്ഷേ കാണാൻ ആളുണ്ട്. അപ്പോൾ ഇത് ആർക്കും ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട്, ഞാൻ ശ്രീധരൻ, ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരു കാര്യം കണ്ടു, ഒരു പെൺകുട്ടിയെ ഒരുവനെ ആക്രമിക്കുന്നു, ആ പെൺകുട്ടിയുടെ പേരിത്, ആക്രമിച്ചതിൻ്റെ പേരിത്, വേണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. പണ്ട് ഇതൊക്കെ വല്ല ടെലിവിഷൻ ചാനലിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസർക്കും ഇത് പറഞ്ഞു. ഞാൻ ഈയിടെ ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മന്ത്രിയുടെ സെക്രട്ടറിയോട് ഒന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അയാൾ ഇത്തിരി ബുദ്ധിമുട്ടില്ല, നിങ്ങളൊന്ന് ഇടപെടുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ഇടപെടണമെങ്കിൽ 300 കിലോമീറ്റർ ഞാൻ നടന്നു പോകണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെന്തിനാ നടന്നു വന്നു? ഇല്ലേ കാറിൽ പോകണം. അതെന്തിനാ? പുള്ളി പറഞ്ഞ്, ഫോണിൽ പറയാൻ പറ്റുമോ? ഫോണിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, അവർ റെക്കോർഡ് ചെയ്തില്ലേ? ഞാൻ റെക്കോർഡ് ചെയ്താൽ വല്ല ഓൺലൈനിലും വരും. അവസാനം ഞാൻ അതിൽ ഇടപെട്ടെന്നാവും. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്ന വൃത്തി. എനിക്കും തോന്നി ബുദ്ധിയാണ്, പറയണ്ടെന്ന് പറഞ്ഞു. ശുപാർശ ചെയ്യാൻ പോലും പണ്ടെന്ന് വെച്ചാൽ മന്ത്രി, ഹലോ DGP, യെസ് സാർ, DGP അങ്ങ് എണീക്കും. അപ്പം പണ്ടൊക്കെയാണ് എണീറ്റ് ഇന്ന് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ അകത്ത് കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ അങ്ങ് തുറന്നു വിട്ടേരെ, അവൻ നമ്മുടെ സ്വന്തം ആളാണ്. അല്ല, അവൻ സാമൂഹ്യ വിരുദ്ധനാണ്, നോക്കണ്ടു, ആരാ സാമൂഹ്യ വിരുദ്ധരല്ലാതെ, തുറന്നു വിട്ടേരെ എന്ന് പറയും. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തന്നെ വാർത്ത വായിക്കും ഉടനെ, ഇന്ന സാമൂഹ്യ വിരുദ്ധനെ തുറന്നു വിട്ടു. മാത്രമല്ല, ഇന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനുമൊക്കെ അതിനകത്തൊരു ഉത്തരവാദിയാണ്. ഈ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പം നമ്മുടെ പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുന്നു ഒരു വാർത്ത. അപ്പോൾ എനിക്ക് പ്രിൻസിപ്പലിനോട് ഇത്തിരി കലിപ്പുണ്ടെന്ന് വെച്ചു. ഞാൻ പറയും, ഈ ലത ടീച്ചർ പൊതുവേ സാമൂഹ്യ ദ്രോഹിയാണെങ്കിലും ടീച്ചർ ഇപ്പോൾ ചെയ്തത് നന്മയാണ് എന്നായിരിക്കും പറയുന്നത്. ഞാൻ പൊതുവേ സാമൂഹ്യ ദ്രോഹി എൻ്റെ കോൺട്രിബ്യൂഷനാണ്, അത് അടിച്ച് കയറ്റി വിട്ട് മനസ്സിലാവുന്നതിന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ വാർത്തയിൽ വരാൻ തുടങ്ങിയതോടെ ഇരട്ടി ശല്യമാവും. അത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഒരാൾ കുറ്റവാളിയാണെങ്കിൽ ഒരു മാധ്യമത്തിനും നിങ്ങളെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരുവൻ ഇറങ്ങും. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ജനങ്ങൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. മാധ്യമത്തിൻ്റെ പേരിൽ അവരിറങ്ങും. അതുകൊണ്ട് നല്ല കാര്യമാണ്. പക്ഷേ അതേസമയം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാതെ ആരെക്കുറിച്ച് എന്തും പറയാമെന്ന് പറയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്തും പറയാം. ഇപ്പം നമ്മൾ ഞാൻ ചിലപ്പോൾ ചില ഓൺലൈനിലൊക്കെ വായിക്കുമ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ഒരു ദിവസം വരുന്ന വാർത്ത, ശ്രീകണ്ഠൻ നായർ NIA അറസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ റിപ്പോർട്ടറോട് NIA പോയി എന്ന് ചോദിക്കട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? അപ്പോൾ ഹൂ ടോൾഡ് ദിസ് നോൺസെൻസ് എന്ന് NIA നോർത്ത് ഇന്ത്യൻ ചീഫ് ചോദിക്കുന്നു. അപ്പോൾ അയാൾ വിളിച്ച് ഈ ഓൺലൈൻകാരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, യു കം ഓൺ നെക്സ്റ്റ് മൺഡേ അറ്റ് 11 AM ഇൻ അവർ ഓഫീസ്. ഹൂ ടോൾഡ് യു ദിസ്? NIA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 95% കൺവിക്ഷൻ റേറ്റുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസിയാണ്. അവരെക്കുറിച്ച് അനാവശ്യം എഴുതാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അപ്പോഴേ മറ്റോ വലിച്ചു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്തോന്നറിയാമോ, ഗൾഫ് നാടുകളിലൊക്കെ ഈയിടെ ഓൺലൈൻ ഒരുപാട് ആൾക്കാർ കാണുന്ന ശ്രീകണ്ഠൻ നായർ NIA അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളിയിൽ സന്തോഷം കൊണ്ടായാലും ഒന്ന് വായിച്ചു നോക്കുമല്ലോ, നന്നായി, ഇപ്പം കുറേ കാലമായി ടെലിവിഷൻ കിടന്ന് ചാടുക, 10 ദിവസം അകത്ത് കിടക്കട്ടെ എന്നറിയാൻ വേണ്ടിയെങ്കിലും ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ആളുകൾ കൂടുമ്പം ഗൂഗിളിൽ നിന്ന് പൈസ കൂടുതൽ കിട്ടും. നമ്മുടെ നെഞ്ചത്ത് 4 ദിവസം കഴിഞ്ഞ് NIA അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അടുത്ത വാർത്ത കൊടുക്കും, അതും ആളുകൾ വായിക്കും. അപ്പോൾ ഇത് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ വാർത്തകൾ വിടുന്നതും ഒക്കെ. അപ്പോൾ നമ്മളിത് ആരോടും പറയാൻ പറ്റുമോ? നീയും കുറേ വാർത്തയെ കൊടുത്തതല്ലേ, അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വല്ലാത്തൊരു കാലത്താണ് നമ്മൾ കരയ്ക്കൂടെയും വെള്ളത്തിലൂടെയും പോകാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും ഇന്ന് വിശ്വസിക്കുന്നൊരു കാര്യം, നാട്ടിൽ കുന്താലി കിളയ്ക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. കിളച്ചു, വൈകുന്നേരം പട്ടഷാപ്പിൽ കയറി ഒരു പൈൻ്റ് അടിച്ചു, വീട്ടിൽ കയറി കിടന്ന് പറ്റുമ്പോൾ പൊണ്ടാട്ടി രണ്ട് ചീത്തയും വിളിച്ചു, നല്ല കഞ്ഞി അത്ര എന്നൊരു സാധനമുണ്ട് നാട്ടിൽ, കറിയാ.
അതും കൂടെ കുടിച്ചിട്ട് സുഭിക്ഷമായിട്ട് കമന്ന് കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങുക. എന്നാ സ്വാതന്ത്ര്യം അത്! ഇത് നമ്മളാണെങ്കിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ സൗദി അറേബ്യ ദൂരത്തം വിളിക്കുന്നു. ശ്രീകണ്ഠൻ നായരാണോ? ഞാൻ പറഞ്ഞു അതെ. നിൻ്റെ തന്ത ആരാടാ? ഞാൻ പറഞ്ഞു രാമൻപിള്ള എന്ന് പറഞ്ഞു. ഉടനെ അതിന് എൻ്റെ അച്ഛനിട്ട് 2 തന്തയുള്ളൂ, എന്നിട്ട് പോകണമെന്ന് വെച്ചു. ഒരാവശ്യമില്ല. അവനെന്തോ കള്ളു കുടിച്ചപ്പോൾ തോന്നി, ടി വിയിൽ എന്തോ കണ്ടു, എൻ്റെ തന്തയ്ക്കിട്ട് 2 വിളിക്കാമെന്ന്. ഇത് ഈ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മുടെ ഉറക്കം പോയില്ലേ? നമ്മുടെ അച്ഛനാണെങ്കിൽ ജീവിതത്തിൽ ടെലിവിഷന് വന്നിട്ടില്ല. ഒരിക്കലും ടെലിവിഷൻ കൊണ്ട് ജീവിക്കാൻ ആലോചിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ ടെലിവിഷനിൽ കയറിയെന്നല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇതുപോലെ ഐസക് ന്യൂട്ടനെ പോലെ ഓർമ്മിക്കുക ആളുകൾ. ഒരാവശ്യമില്ല, ഒരു കോൺട്രിബ്യൂഷനും പുള്ളി ചെയ്യാതെ പോയതാണ്. അതാണ് കാലം. ഒന്നും ചെയ്യാൻ പറ്റില്ല. നോ യൂസ്. സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് സാർ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ പഠിക്കുകയും അതേപോലെ അധ്യാപകനായി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലെ കേരളവർമ്മ കോളേജിൽ. ഞാൻ തൃശ്ശൂർ, പ്രോപ്പർ തൃശ്ശൂരല്ല. അപ്പോൾ എൻ്റെ സാറിനോടുള്ള ചോദ്യം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിച്ച ഒരാളും അതേപോലെ അതിൽ വർക്ക് ചെയ്ത ഒരാളും എന്നുള്ള രീതിയിൽ എനിക്ക് സാറിനോടൊരു ചോദ്യമുണ്ട്. പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നമുക്ക് കാണാൻ പറ്റും ഈ അക്കാഡമിക് ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ ഒരു കരിക്കുലാണെങ്കിലും അവരുടെ ഐഡിയോളജി ആണെങ്കിലും അവർ ഈ അക്കാഡമിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് കരിക്കുലത്തിൽ നമുക്കിപ്പോൾ തന്നെ അറിയാം, PM ശ്രീയുടെ ഭാഗമായിട്ട് കുറേ പൊളിറ്റിക്കലി ആൾട്ടേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മൾ ശരിക്കും, ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചതൊക്കെ, പക്ഷേ നമ്മൾ പഠിക്കുന്നത് ശരിക്കും രാഷ്ട്രമീമാംസ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഈ നമ്മുടെ VD സതീശൻ്റെയും പിണറായി വിജയൻ്റെയും പൊളിറ്റിക്സ് അല്ല നമ്മൾ പഠിക്കും, കക്ഷി രാഷ്ട്രീയമല്ല. പക്ഷേ നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയാൻ ഈ പൊളിറ്റിക്സ് പഠിക്കുന്നത് ഗുണകരമാണ്. എനിക്ക് ഒരു അവതാരകനായിട്ട് നിൽക്കുമ്പോഴൊക്കെ തന്നെ ഈ പൊളിറ്റിക്സ് പഠിച്ചത് ഗുണകരമായി എന്ന് തോന്നാറുമുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. എനിക്ക് എൻ്റെ കൂടെ MA പഠിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കപ്പോൾ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അഥവാ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി 2 മണിക്ക് ഇവൻ പരീക്ഷയ്ക്ക് വേണ്ടി, പിറ്റേന്ന് പരീക്ഷയാണ്, ഇപ്പം കാണാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, നീ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പഠിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു. ഇത് ചോദ്യം ചോദിച്ചാൽ 20 മാർക്കിൻ്റെ essay ആണ്. എത്ര പേജ് എഴുതാൻ പറ്റും? 30 പേജൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. essay എഴുതാൻ പറഞ്ഞാൽ ഞാൻ എഴുതും, മൊത്തം essay എഴുതും, 30 പേജ് എഴുതും, പക്ഷേ നീ എന്ത് വാദമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാതാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചുക്കാണോ മുളകാണോ? പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പല നേതാക്കന്മാരും പറയുമ്പോൾ ഇതങ്ങനെയല്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ പാഠ്യപദ്ധതി നമ്മളെ സഹായിക്കും. അത് പിന്നെ മാത്രമല്ല, ഈ വാല്യൂ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യബോധം വളർത്തേണ്ടവരാണ്. നിങ്ങൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗം കിട്ടി, അവിടെ കൈക്കൂലി വാങ്ങിക്കുന്നിരിക്കട്ടെ, അതോടെ നിങ്ങൾ തകർന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന മൂല്യം ഒരിക്കലേ തകരൂ, പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ കൊണ്ട് 100 രൂപ കൈക്കൂലി കൊടുത്താലും നിങ്ങളുടെ മൂല്യം തകർന്നു പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിലെ ഒരു ഓഫീസിൽ കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാനൊരു പ്രോസിക്യൂഷൻ കേസ് നേരിട്ടുകൊണ്ടിരിക്കുക. ചിലപ്പം എന്നെ ഒരു 6 മാസം ഒരകത്തിട്ടാലും അത്ഭുതമില്ല. ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ അകത്തുപോയ ഒരു ആദ്യത്തെ 6 മാസക്കാരൻ ഞാനായിക്കോട്ടെ, എന്ന് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയക്കാം, നൗ ഐ ആം ഇൻ ജയിൽ എന്ന് പറയാം. കാര്യം ഞാൻ വിശ്വസിച്ചെന്താണെന്നറിയാമോ, ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള തന്ത്രങ്ങളിലൊന്നും മൂക്കുത്തി വീണിട്ടില്ല. അപ്പോൾ ഞാൻ ഡൽഹി കൊണ്ട് കൈക്കൂലി കൊടുത്താൽ ഞാൻ അറിയുമല്ലോ, എൻ്റെ കോൺഷ്യൻസ് അറിയുമല്ലോ ഞാൻ കൈക്കൂലി കൊടുത്തു. അപ്പോൾ എൻ്റെ വാല്യൂ സിസ്റ്റം എവിടെ? എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു, പട്ടിണി എടുക്കേണ്ടി വന്നാലും മാനം വിറ്റ് ജീവിക്കരുതെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജയിൽ തന്നെ നല്ലത്. പിന്നെ പഴയ പോലെയല്ല, സൂപ്പർ ഫുഡാണ് ഇപ്പം ജയിലിൽ. അപ്പോൾ മോളെ അത് ഗുണകരമായിട്ടുണ്ട്. അതേസമയം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്ത് പറയരുത്, ഇവിടെ നടക്കുന്ന ഭൂരിപക്ഷം വാദവും ആവശ്യമില്ലാത്തതാണ്. ഈ ടെലിവിഷൻ സംവാദം ഞാൻ പൊതുവേ നിർത്തിയതിൻ്റെ ഒരു കാരണം അതാണ്. ഞാൻ നിങ്ങൾക്കറിയുന്ന പോലെ 1000 സബ്ജക്റ്റുകൾ സംബന്ധിച്ച ആളാണ് ഞാൻ ഏഷ്യാനെറ്റിലും മനോരമയിലുമായിട്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ബോറായി ടെലിവിഷൻ സംവാദത്തിൻ്റെ നടുവിൽ പോയി നിൽക്കുമ്പം. കാര്യം പ്രെഡിക്റ്റബിളാണ് ആളുകൾ. ഇവരെന്ത് പറയും നമുക്കറിയാം ആദ്യമേ തന്നെ. ഇവർ ഇതെല്ലാം കാണാൻ പിടിച്ചുണ്ടാക്കുന്നവരാണ്. ഇവരെവിടെ പോയാലും ഇവർ പ്രിപ്പയർ ചെയ്യത്തില്ല. ഞാൻ ഈയിടെ ഒരു നേതാവിനെ പരിചയപ്പെട്ടു. ഈ നേതാവിൻ്റെ അടുത്ത് ഞാനിരിക്കുമ്പോൾ എന്നോട് നേതാവ് ചോദിച്ചു, ഇവിടെ എന്തോ ഇന്ന് ഈ പരിപാടി? പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല അവിടെ എന്തോ പരിപാടിയെന്ന്. ഞാൻ പറഞ്ഞാൽ ഇവിടെ മറ്റേ എങ്ങനെ ശതാഭിഷേകം. അയാളാരാ? ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പഴയ അധ്യാപകനായിരുന്നു. ഇപ്പോഴുണ്ടോ? ഞാൻ ഇല്ല, മരിച്ചുപോയി. ഇതെല്ലാം കേട്ടിട്ട്
ശതാഭിഷേകത്തിനായ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് തുടങ്ങി ഒരു 1.5 മണിക്കൂർ. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിക്കൊന്നും അറിയത്തില്ല അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത്, അതേസമയം നമ്മളെ വിദേശ നാടുകളിലേക്ക് ഒരാളൊരു പ്രഭാഷണം നടത്താൻ പോകണമെങ്കിലുണ്ടല്ലോ 2, 3, 4 ആഴ്ച പ്രിപ്പയർ ചെയ്യും, റിസർച്ച് ചെയ്ത് ഇയാൾ ആരാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടേ അവിടെ പോകും. ഞാൻ ഈ മലയാള മനോരമയിൽ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്യുമ്പോൾ അവിടെ തോമസ് ജേക്കബ് സാർ എന്നൊരു എഡിറ്റോറിയൽ ഡയറക്ടർ ഉണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രസംഗിക്കാൻ വിളിക്കും ചില സ്ഥലത്തൊക്കെ. അപ്പം നമുക്കൊക്കെ ഒരു തുണ്ട് വരും പുള്ളിയുടെ. ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതാണ് വിഷയം, താങ്കളൊരു 4 പോയിൻ്റ് അയക്കുമെന്നുള്ളൂ. നമ്മൾ വരികയാണ്, നമ്മുടെ പോയിൻ്റ് എന്തിനാണ് പുള്ളിക്ക്? പുള്ളി നല്ല വിവരമുള്ളവൻ, നമ്മുടെ പോയിൻ്റ് വാങ്ങിച്ചിട്ട് വേണോ പുള്ളിക്ക് പ്രസംഗിക്കാൻ തോന്നും. പുള്ളി ഇങ്ങനെ 10 ഞാൻ ജോണി ലൂക്കോസ് ഇങ്ങനെ പല ആൾക്കാരിൽ നിന്നും പുള്ളി പോയിൻ്റ് വാങ്ങിക്കും. പോയിൻ്റ് വാങ്ങിച്ചിട്ട് ഈ പോയിൻ്റൊക്കെ പുള്ളി ഒന്നുകൂടെ പഠിച്ചിട്ട് അവിടെ പോയി നല്ല സൂപ്പർ പ്രസംഗം നടത്തും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്തുവാ സാറേ ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അതറിയാൻ വേണ്ടി. അത് സംഭവം കറക്റ്റാണ്. അപ്പോൾ ഒരു വൈവിധ്യം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, പഠിച്ചിട്ട് പറയും. അപ്പോൾ നമ്മൾ ഏത് കാര്യവും, മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിലും ഒരു ജ്ഞാനം ഉണ്ടെന്നുള്ളൊരു തോന്നലിൽ, എനിക്കും അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്, ഇയാളതിനെക്കുറിച്ച് എന്നെ അങ്ങനെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നവനാണ്. നമ്മൾ ശരിക്കും എപ്പോഴെങ്കിലും അങ്ങനൊരു ചിന്ത നിങ്ങളെ തളർത്തുന്നെങ്കിൽ നിങ്ങൾ ഓടിയൊരു ലൈബ്രറി കയറണം, കയറിയിട്ട് ആ പുസ്തകങ്ങളെ നോക്കണം. നോക്കിയിട്ട് ഇതിലെത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കല്ല ഞാൻ പറയുന്നത്, സാധാരണ പുസ്തകം എത്ര എണ്ണം വായിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ ഒന്നുമല്ല. നിങ്ങൾക്ക് എത്ര ആൾക്കാരെക്കുറിച്ച് അറിയാം. അപ്പം നമ്മൾ വിവരമുള്ളവനാണ് എന്ന് പറയുമ്പോൾ, ആപേക്ഷികമാണെങ്കിൽ പോലും വിവരമുള്ളവനാണെന്ന് പറഞ്ഞാൽ ഈ അണ്ടകടാകത്തിൽ, ഈ സാഗരത്തിൽ ഒരു തുള്ളി പോലും നമുക്കറിയില്ല. നമ്മൾ അജ്ഞനാണ്, നമ്മുടെ ശാസ്ത്രബോധമൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ നമ്മൾ വിവരമുള്ളവൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ, എന്നെ നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ടീച്ചർ പോസ്റ്റിനോട് എല്ലാവർക്കും ദേഷ്യം. അതാ ടീച്ചേഴ്സ് എല്ലാം വെല്ലുവിളി നേരിടുന്നത്, പഠിപ്പിക്കേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ മലയാളിയുടെ ദുരഭിമാനം. ഞാൻ അത് സോപ്പുക്കുള പോലെ അത് പൊട്ടിച്ചിളയാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പം ഈ ടെലിവിഷൻ നിരക്കാത്ത ചില വർത്തമാനമൊക്കെ പറയും. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് വഴക്കുണ്ടാക്കും, നിങ്ങൾക്ക് വന്ന് ഒരു വിവരമില്ലാതായിട്ടുണ്ട്. കാര്യം ഭാര്യയുടെ മുമ്പിൽ വെയിറ്റ് ഉണ്ടാക്കാൻ വലിയ പാടാണ്, നിങ്ങൾക്കറിയാമല്ലോ. രാഹുൽ ഗാന്ധിക്ക് പോലും രാജീവ് ഗാന്ധിക്ക് പോലും പറ്റിയിട്ടില്ലത്. കാര്യം പറ്റത്തില്ല. കാര്യം നമ്മളെ കംപ്ലീറ്റ് ഇവർക്കറിയാം, നമ്മളെവിടെ വരെ പോകുന്നു എങ്ങനെയാണെന്ന് നോക്കുക. ഒരു ദിവസം എന്നോടൊരാൾ പറഞ്ഞു, ഒരു കമൻറ്റ് വന്നതാണ്, അങ്ങേപ്പോലെ ജ്ഞാനിയായ ഒരു ടെലിവിഷൻ അവതാരകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുള്ളി ഒന്ന് സൂചിപ്പിച്ചതാണ് പുള്ളിയുടെ വായിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനാണ് കുഞ്ഞെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം മൂത്രമൊഴിച്ചിട്ട് എഴുന്നേൽക്കുകയും രാത്രി മൂത്രമൊഴിച്ചിട്ട് ഉറങ്ങുകയും ചെയ്യുന്നൊരു സാധാരണ പൗരനാണെന്ന് പറഞ്ഞു. വീട്ടിൽ കയറാൻ പറ്റിയില്ല. ആര്യ പറഞ്ഞു, ഇതൊക്കെ വലിയ വിവരമാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഞാൻ പറഞ്ഞു, എടീ, ചില പദങ്ങൾ മലയാളത്തിലുണ്ട്, അത് മന്ത്രസാന്ദ്രമായ പദങ്ങളാണ്. മൂത്രമൊഴിച്ചിട്ട് ഉറങ്ങുന്നു എന്നതിന് പകരമായിട്ട് എൻ്റെ നാളി വഴി വരുന്ന എന്നും പറഞ്ഞ് ഞാൻ പറയാൻ ശ്രമിച്ചാൽ അതിൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകും. അങ്ങനെയല്ല പറയേണ്ടത്. ഇതൊരു സാധാരണക്കാരന് മനസ്സിലാകണം. പിന്നെ ഈ ടെലിവിഷൻ്റെയൊക്കെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേട്ട കാര്യത്തെക്കുറിച്ച്, നമ്മൾ വായിച്ച കാര്യത്തിൽ സംശയം തോന്നിയാൽ നേരത്തെയുള്ള പേജ് മറിച്ച് നോക്കാം. നമുക്ക് എന്തായിരുന്നു ഇയാൾ നേരത്തെ പറഞ്ഞെന്തെന്ന് നോക്കാം. ടെലിവിഷനിലൊരു കാര്യം കേട്ടാൽ അടിച്ചങ്ങ് പോയി, പിന്നെ നമുക്ക് മറിച്ച് നോക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ടെലിവിഷനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു അവതാരകനായിട്ടോ ചർച്ചയിൽ പങ്കെടുക്കാനോ പോയാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ വരിക്കേണ്ടത് ഇത് മറിച്ച് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലളിതമായ പദങ്ങളിൽ സംസാരിക്കുക. ചില ആൾക്കാരുണ്ട് ഈ പണ്ഡിതോചിതമായ വളരെ കഠിന ഭാഷയിൽ സംസാരിക്കും. സർഗസാഗരത്തിൻ്റെ കോമ, ഈ കോമയൊന്നും ടെലിവിഷൻ ഇടാനേ പാടില്ല. ആവശ്യമില്ലാതെ കോമ ഇട്ടാൽ പ്രേക്ഷകൻ കോമയിൽ വീഴും. അപ്പോൾ ഈ കോമയിൽ ഇട്ട് പോകരുത്. കാര്യം എന്താ പറയുക, മറിച്ച് നോക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ 3 വാക്കിൽ ഒരു വാചകം ഉണ്ടാക്കി ടെലിവിഷൻ സംസാരിക്കണം. ഞാനതുകൊണ്ടാണ് ഈ നാടൻ ഭാഷയിൽ ടെലിവിഷൻ സംസാരിക്കുന്നത്. അണ്ണ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു, അണ്ണൻ പറഞ്ഞു വരത്തില്ലെന്ന്. നീ എന്തിനാ ഇങ്ങനെ പറയുന്നതിന് പരമായിട്ട് അണ്ണനെ പോലെ സാമൂഹ്യ രംഗത്ത് പ്രതിഭാധനരായ ഒരു അധികം ആളുകൾ പലപ്പോഴും നേരിബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കൊമയിട്ട് പോവുക. ഇവൻ്റെ പോക്ക് കണ്ട പ്രേക്ഷകൻ മറിഞ്ഞു വീഴും. അടുക്കളയിൽ നിന്ന് അമ്മച്ചി ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ അവർ ചായക്കപ്പ് മറിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് സംസാരിച്ചു പോവുക. സാധാരണക്കാരൻ ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ജനിച്ച് വളർന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി വളർന്നവരാണ്, ചേറിലും ഒക്കെ വളർന്നവരാണ്. നമുക്ക് നമ്മുടെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഞാൻ ഈ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലായിരുന്നു ഒരുപാട് കാലം, നമ്മൾ തമ്മിലും അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിൽ നിന്ന് ഞാൻ ഈ വാർത്താ ചാനൽ തുടങ്ങിയപ്പോൾ പിറ്റേന്ന് ഈ മോർണിംഗ് ഷോ ഒക്കെ തുടങ്ങുക. അപ്പോൾ ഈ വാർത്തകൾ എങ്ങനെ അവതരിപ്പിക്കണം എനിക്ക് രാത്രി സംശയമായി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ വിവരക്കേടെല്ലാം കൂടെ അവിടെ എഴുന്നള്ളരുത്, നിനക്ക് എൻ്റർടൈൻമെൻറ്റ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാര്യം പറയാനേ അറിയാവൂ, നീ ഇതിനകത്തൊക്കെ കയറി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു.
ഞാനിങ്ങനെ നോക്കി ലോകത്തെല്ലാവരും ഞാൻ BBC ഒന്ന് ഓൺ ചെയ്ത് നോക്കി. അപ്പം ദിസ് ഈസ് BBC. എല്ലാം ഈ വായി കുഴക്കട്ടെ എടുത്തിട്ടല്ല എല്ലാവരും സംസാരിക്കുന്നത്. കംപ്ലീറ്റ് വോയിസ് ഓഫ് അമേരിക്കയിലും സായിപ്പ് ഇങ്ങനെ ഇരിക്കും, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ടൈയൊക്കെ ഉണ്ട് എല്ലാം. ഞാൻ പുല്ലങ്ങ കളഞ്ഞു. ഞാൻ മുണ്ടെടുത്ത് കൊടുത്ത് രാവിലെ മുണ്ടെടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സാധാരണക്കാരനാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുത്തിന് ഈ ഭയങ്കരമായിട്ട് ജാടയൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരുത്തിൻ്റെ മുണ്ട് പറിച്ചുകൊണ്ട് പോയാൽ അവൻ്റെ ജന്മം അതോടെ പാഴാവും. പെട്ടെന്ന് അവൻ തറയിൽ വീഴും. എത്രയേ ഉള്ളൂ നമ്മുടെ അഭിമാനം തളർന്നു പോകും. അപ്പം ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് രാവിലെ ആക്കോട്ടെ ചെന്ന് ഫ്ലോറിലോട്ട് കയറുന്നതിന് മുമ്പ് എന്താണ് എൻ്റെ തലയിൽ പറയുന്നത് അതുപോലെ സംസാരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാം. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ ഇന്ന് ഒരു പരിപാടി ആരംഭിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലായി മാറാൻ എന്ന് പറയുന്നത്. അത് അണ്ണാ അല്ല ഓക്കെ ആണോ? ചായ കെട്ട് കുടിച്ചെങ്കിൽ നമുക്ക് തുടങ്ങാം. റെഡിയാണല്ലോ? ഓക്കെ, നമ്മൾ തുടങ്ങാം. ഇങ്ങനെയും തുടങ്ങാം. അപ്പം ഞാൻ ആലോചിച്ചു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതാണ് മലയാളിക്ക് ഇഷ്ടം. മലയാളി എപ്പോഴും അതിൻ്റെ പിന്നാലെ. എന്നെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്ലോറിലേക്ക് കയറി പോകാനായിട്ട് പോകുമ്പം ഈ MA ലിറ്ററേച്ചറൊക്കെ പഠിച്ചവരൊത്തിരി അവിടെ ഉണ്ട്, റിപ്പോർട്ടേഴ്സൊക്കെ. അവർ ചിരിക്കുന്നുണ്ട്. ഇയാൾ വയസ്സായ കാലത്ത് രാവിലെ മുണ്ടൊക്കെ എടുത്തു കൊടുത്ത് പോവാ, പാവം എങ്ങോട്ടായി പോകുന്നത്, നശിക്കാനുള്ള വരവ് എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇപ്പം അവർ മുണ്ടെടുത്തെടുത്തു, പെട്ടെന്ന് അവർ മുണ്ടെടുത്തു. അതും മറ്റേ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു മുണ്ടുണ്ട്, അതിനിപ്പോൾ വലിയ വിലയാണ്. എൻ്റെ അടുത്ത് ശോഭന ജോർജ് പറഞ്ഞായിരുന്നു, ഖാദി മുണ്ട് ഏതാണ്ട് 95,000 ചിലവാക്കി. ഞാൻ ദിവസം ഖാദിക്കാരയച്ച മുണ്ടെടുത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ മുണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു പ്രേക്ഷകരോട്. പ്രേക്ഷകർ മിണ്ടത്തില്ലല്ലോ, നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇത് ഖാദി ബോർഡിൻ്റെ മുണ്ട, സൂപ്പർ മുണ്ടാട്ടോ, ഇത്രയും നല്ല മുണ്ട്. മാത്രമേ മുണ്ട് ഉടുത്തും നമുക്ക് തോന്നത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ അത് തോന്നണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ആ മുണ്ടെടുത്തു. അപ്പോൾ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് 95,000 മുണ്ട് ചിലവായി. അപ്പോഴത്തേന് ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് അവർ 2 മുണ്ടയച്ച്. ഉടനെ എനിക്ക് തോന്നി കേരളത്തിലെ മുണ്ടെല്ലാം കൂടെ വന്ന് ഞാൻ അതിൽ വീണ് ചത്തുപോകുമെന്ന് വിചാരിച്ച് ഈ മുണ്ട് പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. ഇനിയില്ലെന്ന്. അപ്പോൾ ഇത് നമ്മൾ മലയാളികൾ പഠിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അക്കരെ നിന്നവനെ ചേട്ടാ ഊയ് വന്നേ എന്ന് വിളിച്ച് ശീലിച്ചവൻ നമ്മൾ പോയിട്ട് നിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മേനിക്കപ്പുറം, നിൻ്റെ പുഴിയൂരക്കരയ്ക്കപ്പുറം നിന്ന് എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട്? എന്തിനു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? മാത്രമല്ല ഇവൻ ചെയ്തതെന്താ, അവൻ റിമോട്ട് അടിച്ച് കാശ് കൊടുത്ത് സ്വന്തമായിട്ട് സോണി TV വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പം അവന് മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു തെണ്ടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. വല്ല കാര്യമുണ്ട്? അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഷയിലായത്. അപ്പോൾ പിന്നെ ഈ ഊർജ്ജം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നല്ലതേ വരൂ എന്ന് ചിന്തിക്കാവൂ. നമുക്ക് നാശം വരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഏഷ്യാനെറ്റിൽ വെച്ച് ഒരു വധഭീഷണി നേരിട്ടു. കേരളത്തിലെ ഗൂണ്ടകളെക്കുറിച്ച്, കൊച്ചിയിലെ ഗൂണ്ടകളെക്കുറിച്ചായിരുന്നു കേട്ടോ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. ഇങ്ങനെ കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൽ കുറച്ച് ഗൂണ്ടകൾ പറയുന്നു, ഞാൻ 500 രൂപയ്ക്ക് കൈവെട്ടും, 200 രൂപ പോലീസുകാർ വാങ്ങിച്ചുകൊണ്ട് പോകും, ഇപ്പോൾ കൊട്ടേഷനൊന്നും വലിയ വിലയില്ല, 250 രൂപയൊക്കെ ചിലവന്മാർ തരൂ, എന്നാലും പോവും, ഒരു പണിയല്ലേ കളയാൻ പറ്റുമോ? കൊട്ടേഷൻകാർ പറയുക. ഇതെവിടെയാണോ ഇത് നടക്കുന്നതെന്ന് അങ്ങനെ സെക്രട്ടറിയോട് ചോദിച്ചു. കേരളത്തിൽ കൊച്ചി നടക്കുന്നതായി ഒരു പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ DGP വിളിക്കാൻ പറഞ്ഞു. DGP വിളിച്ചിട്ട് നായനാർ സ്വസിദ്ധമായ ശൈലിയിൽ ചോദിച്ചു, ഇയാൾ എന്തിനാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇയാൾ എന്തിനാണ് അവിടെ തൊപ്പിയും വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു പുള്ളി. അതോടെ DGP ടെൻഷനിലായി. DGP പറഞ്ഞു, കൊച്ചി നഗരത്തിലുള്ള ഗൂണ്ടാസിനെ എല്ലാം പിടിച്ചകത്തിട്ടേക്കാം. രാത്രി ഒരു 400 ഗുണ്ടകളെ ഇവിടുത്തെ കൊച്ചി പോലീസ് അകത്തിട്ടു. ഇരുട്ടിൽ ഉറങ്ങാത്ത കൊച്ചി എന്നായിരുന്നു അതിൻ്റെ പേര്. 400 പേരകത്തായി. ഞാൻ എല്ലാ ആഴ്ചയുള്ള കലാപരിപാടിയായിട്ട് പിറ്റേന്ന് ഇറങ്ങിയപ്പം എന്നെ അന്വേഷിച്ചെല്ലാം വൃത്തികെട്ട മോന്തയുള്ളവന്മാരൊക്കെ ഇങ്ങനെ നോക്കുന്നു. ചിലർ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. ഞാൻ നോക്കി അവൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളത് മോന്തയാണ് ഇവൻ്റെയൊക്കെ. മൊത്തം പ്രശ്നമാണ്. ചിലവൻ്റെ കട്ടത്തല. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ എനിക്കൊരു ബൈക്കുണ്ടായി. എൻ്റെ മക്കളെയൊക്കെ ബൈക്ക് വെച്ച് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പിറകെ ഒരു കാറ് വരുന്നു ഒരു 11 മണിക്ക്. ഈ കാർ എന്നെ ഇടിക്കുന്നതായപ്പോൾ ഞാൻ നിർത്തും. അപ്പോൾ അവന് നിർത്തും. കുറച്ച് നേരമായപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കുടുംബം യാത്രയ്ക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പിറ്റേന്ന് മനോരമയിൽ അടിച്ചു വരാനുള്ള സാധ്യത ഞാൻ തെളിഞ്ഞ് കണ്ടു. ഉടനെ ഞാൻ വണ്ടി ഓടിച്ചു. കുറച്ച് പോലീസുകാരോട് അവരുടെ ഇടയിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു, എന്നെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആളിനെയൊക്കെ ടോർച്ചടിച്ച് അമ്മമാർ നോക്കി, ഇയാളാണ് സാധ്യതയുണ്ടെന്നുള്ളത്. ഈ പോലീസുകാർ പോയി, അമ്മമാർ വരേണ്ടത് തിരിച്ചു പോയി. ഞാനിത് ഭയാശങ്കയോടെ പിറ്റേന്ന് സംസ്ഥാനത്തെ ഒരു DGP പോയി കണ്ടിട്ട് അമ്മ, സാറേ എനിക്ക് വധഭീഷണിയുണ്ട്. പുള്ളി പറഞ്ഞു, അതുകൊണ്ടെന്താ? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരുത്തൻ തന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊന്നിരിക്കും. ഞാനാണ് പേടിച്ച് വശം കെട്ടി ചെന്നിരിക്കുക. ഞാൻ ഇയാളെന്ത് കണാപ്പ് DGP, ഇവിടെ ഒരു മനുഷ്യൻ പേടിച്ച് അവൻ്റെ ഇടപാട് തീരാൻ പോകുന്നു വന്ന് പറയുമ്പോൾ പറയാണ് ഒരുത്തൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊന്നിരിക്കുമെന്ന്. അപ്പം എന്നോട് ചോദിച്ചു, രാജീവ് ഗാന്ധിക്ക് സെക്യൂരിറ്റി വല്ലതും കുറവുണ്ടായിരുന്നു, എന്നിട്ട് പോയില്ലേ? ഒരു പെങ്കൊച്ച് ഒന്ന് കുനിഞ്ഞ് നിന്നപ്പോൾ ജീവിതം അങ്ങ് പോയില്ലേ? അതുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചോളൂ, സെക്കൻഡ് ഷോ ഒന്നും കാണാൻ പോരുത് കുറച്ച് കാലത്തേക്ക്.
അവിടെ അടുത്തെങ്ങാനും തിയേറ്ററിൽ വന്നിരിക്കുന്ന കടാരി വള്ളക്ക് കയറ്റി അറിയത്തില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാലം ഈച്ച വന്നു. എനിക്കെൻ്റെ ദേഷ്യം വന്നു. ഞാൻ എണീറ്റു. അല്ല ഇരിക്കി എന്ന് പറഞ്ഞു. അല്ല ഞാൻ പോലീസുകാരെ വേണേൽ വിട്ടുതരാം, കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ എൻ്റെ ഫ്ലാറ്റിന് വെളിയിൽ 5-6 പോലീസുകാർ വന്ന് കിടപ്പുണ്ട്. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ കറക്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞത് തീരുമാനിച്ചു വരുന്നവന് തൻ്റെ ജീവൻ എടുക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, രക്ഷിക്കാനുള്ള ജോലി തൻ്റെയാണ്. അതിനുശേഷം ഞാൻ വളരെ ശ്രദ്ധിക്കും. അഭിമാനത്തെക്കാൾ വലുത് ആരോഗ്യമൊന്നും ചെയ്യും. ഓടേണ്ട സ്ഥലത്ത് ഓടും. കാര്യം നമ്മൾ നമ്മുടെ ജീവൻ കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു സുരക്ഷാ കവറൊക്കെ ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും. അല്ല നിങ്ങളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കരുത്. എൻ്റെ 16ാമത്തെ വയസ്സ് ഞാൻ കോളേജിൽ പഠിക്കുമ്പം എൻ്റെ ബാക്കിൽ ഒരു 2.5 ഇഞ്ച് കടാരി കയറിയിട്ടുണ്ട്. എന്നെ ഒരാൾ കുത്തിയിട്ടുണ്ട്. അടിക്കേസിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടത്. അപ്പോൾ ഈ 2.5 ഇഞ്ച് കടാരി കയറിയതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊരു അടിപിടി കേസിൽ ഒരു പ്രായമുള്ള ആളെ കുത്തിയിട്ടു. ബാക്കി ആ വീട്ടിലുള്ള 2-3 പേരെ കുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്. പുള്ളി ചോദിച്ചു, നീ എന്താടാ ഒന്ന് പിടിച്ചു മാറ്റാൻ ഞാൻ ചോദിച്ചു. ഞാൻ ചേട്ടാ ഞാൻ അങ്ങനെ പിടിച്ചു മാറ്റും. എന്നോട് നിനക്ക് രക്തം കണ്ട് പരിചയമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടൻ മാനം കെടുത്തത്തില്ല, ഞാൻ രഹസ്യം പറയാമെന്ന് പറഞ്ഞു. പിടിച്ചങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, ഒരിക്കൽ ശരീരത്തിൽ കത്തി കയറിയിട്ടുണ്ടെങ്കിൽ കറിയിരുമ്പ് കണ്ടാ ഓടുമെന്ന് പറഞ്ഞു. അങ്ങനെയാന്നു. ചേട്ടന് കയറിയിട്ടില്ലല്ലോ കത്തി, അതുകൊണ്ട് തോന്നാത്ത. ഏട്ടാ അവൻ കത്തി അവിടുത്തെ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിനകത്ത് കയറി കഥ അടച്ചെന്ന് പറഞ്ഞു. എടാ നീ ഇത്രയും പേടിത്തൂറിയാന്ന്. ഞാൻ ആരും പറയും ചേട്ടാ ആരോടും പറയണ്ട. പക്ഷേ രക്തം കണ്ട് പരിചയമില്ലേ എന്നാളിൽ ചോദിക്കും. ചുമ്മാതാ. ഒരിക്കൽ പറ്റിയാൽ നമ്മൾ പേടിക്കും. അതുകൊണ്ട് നമ്മളങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ലോകം അങ്ങനെയാണ്. അടുത്ത ചോദ്യം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.